ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തുതൊട്ട് എത്തിയതുമില്ല എന്നൊരു പ്രയോഗമുണ്ട്. നാടൻ ശൈലിയിൽ പെരുവഴിയിലാകുക എന്നും പറയും. അൻവർ എം.എൽ.എയുടെ അവസ്ഥ ഏതാണ്ടിപ്പോൾ ഇങ്ങനെയാണ്. CPM-നോട് മൊഴി ചൊല്ലുകയും ചെയ്തു. കോൺഗ്രസിലേക്ക് എത്താനും പറ്റിയില്ല. വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അൻവർ CPM-ൽ നിന്നിറങ്ങിയത്. എതിരാളികൾക്കെതിരെ CPM-ന്റെ തുറുപ്പുചീട്ടായിരുന്നു അൻവർ. അൻവർ സഖാവ് ആരെക്കുറിച്ചും എന്തും പറയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷത്തെ ആരോപണ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ചത് അൻവറാണ്. മല പോലെ വന്നത് എലി പോലെയായി എന്ന അവസ്ഥയാണ് അൻവർ സഖാവിന്റെ ആരോപണങ്ങൾക്കെല്ലാം സംഭവിച്ചത്. എന്തൊക്കെയോ കാരണങ്ങളാൽ അൻവർ CPM ബന്ധം ഉപേക്ഷിച്ചു. എന്തൊക്കെയോ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. വൻ ബോംബുകൾ പൊട്ടിച്ചു. എല്ലാം വെറും പടക്കങ്ങൾ മാത്രമായിരുന്നു. ഒടുവിൽ പെട്ടിയും കിടക്കയുമായി PV അൻവർ പെരുവഴിയിലായി. ദ്രാവിഡ പാർട്ടിയായ DMK-യിൽ ചേക്കേറാൻ നോക്കി. പക്ഷേ അവർ മുഖം തിരിച്ചു. പിന്നാലെ സ്വന്തമായൊരു DMK ഉണ്ടാക്കി. അതിന്റെ നേതാവായി സ്വയം അവരോധിച്ചു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അഥവാ DMK എന്ന പാർട്ടിയുടെ നേതാവാണ് നിലവിൽ അൻവർ. പാലക്കാട്, ചേലക്കര, വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ സ്വാധീനം ചെലുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ഒരു ചെറു ചലനം പോലും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. പാലക്കാട് DMK UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചു. ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി. വയനാട്ടിൽ എന്തൊക്കെയോ ചെയ്തു. എന്തായാലും ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞില്ല. അതോടെ പാർട്ടിയുടെ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറി. അതിനിടയിലാണ് പുതിയ സൂചനകൾ വരുന്നത്. PV അൻവറും പാർട്ടിയായ DMK-യും UDF-ലേക്കോ? അങ്ങനെയൊരു സൂചനയാണ് പുറത്തുവരുന്നത്. മുസ്ലിം ലീഗാണ് അൻവറിനെ UDF-ലേക്ക് കൊണ്ടുവരുന്നതിന് മുൻകൈയെടുക്കുന്നതെന്നാണ് വിവരം. UDF-ന്റെ ഭാഗമാകുകയോ അൻവറും പാർട്ടിയും മുസ്ലിം ലീഗിൽ ലയിക്കുകയോ ചെയ്യും. ഇത് സംബന്ധിച്ച ചരടുവലികൾ അൻവർ നടത്തിയത് അങ്ങ് രാജ്യതലസ്ഥാനത്ത് വെച്ചാണ്. ഡൽഹിയിൽ വെച്ച് അൻവർ UDF നേതാക്കളുമായും മുസ്ലിം ലീഗ് നേതാക്കളുമായും ചർച്ച നടത്തി. ഇതോടെയാണ് UDF-ലേക്കെന്ന സൂചന വന്നത്. വ്യാഴാഴ്ച കോൺഗ്രസിന്റെ 2 ഉന്നത നേതാക്കളുമായാണ് അൻവർ ചർച്ച നടത്തിയത്. വെള്ളിയാഴ്ച മുസ്ലിം ലീഗിന്റെ 2 നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. അൻവറിന് അടുപ്പമുള്ള K. സുധാകരനുമായും ചെന്നിത്തലയുമായും കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. മുസ്ലിം ലീഗ് നേതാക്കളും MP-മാരുമായ ET മുഹമ്മദ് ബഷീർ, അബ്ദുൽ വഹാബ് എന്നിവരെയും PV അൻവർ കണ്ടു. UDF-ലേക്ക് എത്തുന്നതിന് ഏതാണ്ട് ധാരണയായതായും സൂചനയുണ്ട്. കേരളത്തിൽ എതിർപ്പുണ്ടാകുമെന്ന് അൻവറിന് നന്നായി അറിയാം. അതാണ് ഡൽഹിയിൽ വെച്ച് ചരടുവലികൾ നടത്തുന്നത്. ഡൽഹിയിൽ തങ്ങി അടുപ്പമുള്ള UDF നേതാക്കളുമായി ചർച്ച നടത്തുകയാണ് അൻവർ എന്നാണ് വിവരം. CPM-ന്റെ സൈബർ പോരാളികളുടെ നേതാവായിരുന്നു അൻവർ. കോൺഗ്രസുകാരെയും ലീഗ് നേതാക്കളെയും ഒരുപാട് തെറിവിളിച്ചിട്ടുണ്ട്. ഇനി UDF-ൽ നിന്ന് CPM നേതാക്കളെ തെറി പറയുമോ എന്നാണ് കണ്ടറിയേണ്ടത്.